സർ, സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നെതന്യാഹുവിൻ്റെ ഇസ്രായേൽ. അതുകൊണ്ട് തന്നെയാണ് സിറിയയിൽ തുടർച്ചയായി അവർ ആക്രമണം നടത്തുന്നത്. റിക്ടർ സ്കെയിലിൽ 3.1 രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ വരെ, ബോംബ് സ്ഫോടനങ്ങൾ വരെ അവിടെ നടന്നു. ഇപ്പോൾ ഈ HTS മേധാവിയായ അബു ജൊലാനി പറയുന്നത് ഇനി ഇസ്രായേലുമായിട്ടൊരു സംഘർഷത്തിനൊന്നുമില്ല, നമുക്കൊരു ഒത്തുതീർപ്പിൽ പോകാമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. അപ്പം ഈ പറയുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയല്ല, ആ സംഘടന മാറി ഒരു രാജ്യത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മാറാൻ പോകുന്നു. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതെ. അപ്പോൾ ജുലാനിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് നേതാക്കന്മാരെ അദ്ദേഹത്തിന് മാതൃകയാക്കാം. ഒന്ന് അൻവർ സദാത്താണ്. അദ്ദേഹം ഈ ഇസ്രായേലുമായിട്ട് സ്ഥിരം യുദ്ധം ചെയ്ത് ഒരു വാർ വെറ്ററനാണ്. അദ്ദേഹത്തിന് ഇസ്രായേലുമായിട്ട് വളരെ കാലം യുദ്ധം ചെയ്ത പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലുമായിട്ട് സൗഹൃദത്തിനും സമാധാനത്തിനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. പിന്നെ മറുവശത്ത് ഉള്ള ആൾ ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയാണ്. അദ്ദേഹമാണെങ്കിൽ ഇറാനിൽ 1979 വിപ്ലവം നടത്തി വിജയിച്ചെന്ന് വന്ന പാടെ പറഞ്ഞത് ഇസ്രായേൽ ഇസ്ലാമിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങിയിരിക്കുന്ന കഠാരിയാണ്, അത് നശിപ്പിച്ചിട്ടേ അതിനെ കാര്യമുള്ളൂ, അതെടുത്ത് മാറ്റിയിട്ടേ കാര്യമുള്ളൂ. അവിശ്വാസിയായ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഏകാധിപതിയെ പുറത്താക്കിയിട്ട് ആ വഴി പോയി ഇസ്രായേലിൽ കയറി ഇസ്രായേലിനെ തുടച്ചു മാറ്റണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കല്പം. മാത്രമല്ല അമേരിക്കൻ എംബസിയിലുള്ള ആൾക്കാരെയൊക്കെ ജാമ്യത്തടവുകാരൊക്കെ ആയിട്ട് പിടിക്കില്ല. അങ്ങനത്തെ ആകെ അലമ്പായിരുന്നു ഈ ഇറാനിൽ വിപ്ലവം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ ആയത്തുള്ള ഖൊമേനിയുടെ മാർഗം പിന്തുടരുമോ അതോ അൻവർ സാദത്തിൻ്റെ മാർഗം പിന്തുടരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ജുലാനിയുടെ പോക്ക് കുറച്ച് അൻവർ സാദത്തിൻ്റെ ലൈനിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് സൗഹൃദമാണ് ആവശ്യം, ഞങ്ങൾ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിനില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ റിബൽസ് ഉണ്ടായിരുന്നു, മിലീഷ്യൊക്കെ ഉണ്ടായിരുന്നു, അവരെ കണ്ടുകൊടുത്ത് ഈ തോക്കും പിടിച്ച് നടക്കുന്ന ഒരു കൾച്ചറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം മാറും, ഈ പറയുന്ന റിബൽസിൻ്റെ ഗ്രൂപ്പിനെ എല്ലാം ഞങ്ങൾ ഡിസ്ബാൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടും, ഇവരൊക്കെ പിരിച്ചുവിടും. ഇങ്ങനെ ഓരോ ഓർഗനൈസേഷൻസ് മുമ്പുണ്ടായിരുന്നു, ഇനി ഉണ്ടാവില്ല. പക്ഷേ അവർ വേണമെങ്കിൽ അവർ ഒഫീഷ്യലായിട്ടുള്ള സിറിയയുടെ ആർമിയിൽ അവർക്ക് ജോലി കൊടുത്ത് ആർമിയിൽ സോൾജേഴ്സായിട്ട് പട്ടാളത്തിൻ്റെ നിയമം അനുസരിച്ച് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. പിന്നെ ഈ ഇവരുടെ HTS കൂടാതെ വേറെയും ചിലർ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പാലസ്തീൻ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ പേര് ഇസ്ലാമിക് ജിഹാദ് എന്നാണ്, പിന്നെ ഒരെണ്ണത്തിൻ്റെ പേര് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്റ്റൈൻ എന്നാണ്. അവർക്ക് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇനി ഇവിടെ ഒരു മിലിറ്ററി ട്രെയിനിങ് നടത്തണ്ട, അതേപോലെ മിലിറ്ററി ആക്ടിവിറ്റീസും വേണ്ട, എല്ലാം അടച്ചു പൂട്ടിക്കോ. പിന്നെ നിങ്ങൾക്ക് ചാരിറ്റി വർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ആയിക്കോ, അതേപോലെ പൊളിറ്റിക്സ് വേണമെങ്കിൽ ആയിക്കോ, കുഴപ്പമില്ല, ബട്ട് അണ്ടർ സൂപ്പർവിഷൻ, രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സൂപ്പർവിഷൻ്റെ കീഴിൽ മാത്രം ഇനി ഈ കാര്യങ്ങൾ നടത്തിയാൽ മതി. അതേപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അബു ജുലാനി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതിങ്ങനെ ഓരോ സ്ഥാനങ്ങളൊക്കെ വരുമ്പോൾ അതനുസരിച്ച് ആയത്തുള്ളയെന്നും റൂഹുള്ള എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പേരാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആ പേരൊന്നും വേണ്ട, എനിക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന കുട്ടിക്കാലത്തുണ്ടായിരുന്ന പേര് മതി, അത് അഹമ്മദ് അൽ ഷറാറ എന്നാണ്, ആ പേരുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം പോലും അദ്ദേഹം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പണ്ട് തലയിൽ ഇങ്ങനെ തുണിയൊക്കെ കെട്ടി ആകെ മുഖം കഷ്ടിച്ച് കാണാവുന്ന രീതിയിൽ കുറേ നാൾ അൽ ഖൈദയുടെ ഫോളോവറായിരുന്നു, പിന്നെ IS-ൻ്റെ ഫോളോവറായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ അവിടെ സ്ഥാപിച്ച അൽ നുസ്ര ഉണ്ടായിരുന്നു, അതിനോടൊക്കെ വിട പറയണം. അതൊന്നും ഇനിയിപ്പോൾ തൽക്കാലം ഇതിനൊന്നും പ്രസക്തിയില്ല. നമുക്ക് വേണ്ടത് സമാധാനവും സൗഹൃദമാണ്. അത് ഇസ്രായേലുമായിട്ട് ഇനിയൊരു പ്രശ്നത്തിന് ഞങ്ങളില്ലേ ഇല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ പ്രൊട്ടക്ട് മൈനോറിറ്റി റൈറ്റ്സ് എന്നാണ്. ദാറ്റ് ഈസ് മ്യൂസിക് ടു ദി ഇയേഴ്സ് ഓഫ് ദി വെസ്റ്റേൺ പീപ്പിൾ. ഏറ്റവും വലിയ പ്രശ്നമൊക്കെ അവിടെയൊക്കെ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളത് അതാണ്. മൈനോറിറ്റി റൈറ്റ്സ് മൈനോറിറ്റി എന്നൊന്നും പറഞ്ഞൊരു പ്രസക്തി ഇല്ലാത്ത അവസ്ഥ വരുവാണ്. പക്ഷേ ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, വി വിൽ പ്രൊട്ടക്ട് മൈനോറിറ്റി റൈറ്റ്സ്, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15% ഷിയ ഉണ്ട്, 10% ക്രിസ്ത്യൻസ് ഉണ്ട്, അവരുടെയും അവകാശങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തന്നെ അൽ നുസ്ര, ആദ്യത്തെ ഫോം ഉണ്ടായിരുന്നു അൽ നുസ്ര, അന്ന് അവർ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ആൾക്കാർ മാത്രം ഇവിടെ മതി എന്ന് പറഞ്ഞാൽ ഷിയയും ക്രിസ്ത്യൻസും വേണ്ടെന്നായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്ക ഒന്നും ഈ കാര്യത്തിൽ പണ്ട് ഇടപെടാതെ നടന്നിരുന്നത്. ഇപ്പോൾ ആ കാഴ്ചപ്പാട് മാറി ഞങ്ങൾ വിൽ പ്രൊട്ടക്ട് മൈനോറിറ്റി റൈറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ വെസ്റ്റേൺ കൺട്രീസ് മറ്റു പലരുടെയും സാങ്ഷൻസ് ഉണ്ട്, സാങ്ഷൻസൊക്കെ എടുത്തു മാറ്റി ഞങ്ങൾക്ക് സമാധാനമായിട്ട് മുന്നേറാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കണം. ഇവിടെ നിന്ന് ഒരുപാട് റെഫ്യൂജീസ്
ദശലക്ഷക്കണക്കിന് പല രാജ്യങ്ങളിലുണ്ട്. അവർക്കൊക്കെ തിരിച്ചു വരാനായിട്ട്, സമാധാനപരമായിട്ട് തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. പിന്നെ ഇസ്രായേൽ ഇപ്പോൾ അറ്റാക്സ് നടത്തുന്നുണ്ട്, ആ അറ്റാക്ക് നിർത്തണം. ഇനിയിപ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ശത്രുക്കളല്ല, അതുകൊണ്ട് ഈ അറ്റാക്ക് എല്ലാം നിർത്തുക. മാത്രമല്ല 1974 ഒരു ട്രീറ്റി ഉണ്ട് ഈജിപ്തും സിറിയയും ഇസ്രായേലും ഒക്കെ കൂടി. 1974 യും കിപ്പർ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ട്, അത് അനുസരിച്ച് നമുക്ക് ഇനി കാര്യങ്ങൾ നീക്കാം. അപ്പോൾ പിന്നെ തർക്കങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ കുറേ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് സിറിയയെ, പല പ്രാവശ്യം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് മെയിൻലി ചിലപ്പോൾ കെമിക്കൽ വെപ്പൺസ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ട്, അതിന് മിസൈൽസ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ന്യായമായ അറ്റാക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് വളരെ ഡിഫിക്കൽട്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താനായിട്ട്. ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചത് ന്യായമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞു, കാരണം ഇറാൻ്റെ എവിടെയെങ്കിലും ആയുധശേഖരമോ രാസായുധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാഷർ അൽ അസാദിൻ്റെ കൈവശത്ത് നിന്ന് ഇനി ഒരിക്കലും തീവ്രവാദ സംഘടനയുടെ കയ്യിലേക്ക് വരരുത്. അതായത് HTSന് ഈ അൽ ഖയ്ദയുടെ IS-ൻ്റെ ഒക്കെ ഒരു നിഴലുണ്ടല്ലോ, അതുകൊണ്ട് ഈ പറയുന്ന അൽ ജൊലാനി എപ്പോൾ വേണമെങ്കിലും ഒരു തിരിഞ്ഞൊരു നിലപാട് സ്വീകരിച്ചാൽ അത് ഇസ്രായേലിന് ഭീഷണിയാവും, അതുണ്ടാവരുത്. മാത്രമല്ല റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് USSRന്റെ കാലം മുതൽ തന്നെ സിറിയയിൽ ആധിപത്യം ഉണ്ടായിരുന്നു, അവർക്കൊരു പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ റഷ്യ ഈ പറയുന്ന പുട്ടിനാണ് ആ ബാഷർ അൽ അസദിനെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ റഷ്യൻ ആർമി അവിടെ ഉണ്ടായിട്ടും ഇവരൊന്നും ചെയ്തില്ല. കാരണം റഷ്യയും ഈ പറയുന്ന അബു ജൊലാനിയും തമ്മിൽ ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി. ഞങ്ങളുടെ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യരുത്, ഞങ്ങളുടെ സൈന്യരെ അറ്റാക്ക് ചെയ്യരുത്, അതൊക്കെ കേട്ടു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ അവിടെ നിൽക്കുന്നത് അവരുടെ ആധിപത്യത്തിന് തടസ്സം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ജൊലാനി പറയുന്ന എഗ്രിമെൻറ്റിൽ റഷ്യക്ക് അവിടെ സ്ഥാനം കൊടുക്കരുതെന്നൂടെ ഈ നെതന്യാഹു ഒരു ആവശ്യം മുന്നോട്ട് വെക്കില്ലേ? വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടാതെ അദ്ദേഹം പറയുന്നത്, പണ്ട് ഇസ്രായേൽ ഈ അറ്റാക്ക് ചെയ്തേക്കുന്നതിനൊക്കെ ഞങ്ങൾ അതിന് ന്യായമായിട്ടേ കാണുന്നുള്ളൂ. കാരണം ഇവിടെ ആയുധങ്ങളും മിസൈൽസും കെമിക്കൽ വെപ്പൺസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഹിസ്ബുള്ള ഉണ്ടായിരുന്നു, ഇറാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുവരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ ഞങ്ങൾ ന്യായമായിട്ട് കണക്കാക്കുന്നു. പക്ഷേ ഇനി ആക്രമിക്കരുത്, ഇനി ആക്രമിക്കുമ്പോഴാണത് ഇല്ലെജിറ്റിമേറ്റ് ആകുന്നത്, അല്ലെങ്കിൽ ന്യായമല്ലാതെ വരുന്നത് അപ്പോഴാണ്. ഞങ്ങളുടെ രാജ്യത്ത് ഇനി ഇടപെടേണ്ട ആവശ്യം ഇസ്രായേലിനില്ല. അതെ, ഇനിയിപ്പോൾ ആക്രമണങ്ങളൊന്നും നടത്തണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാണെങ്കിലും സമാധാനത്തിൻ്റെ ഭാഷയാണല്ലോ പറയുന്നത്. പിന്നെ അദ്ദേഹം ഇസ്രായേലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങൾക്ക് വെസ്റ്റേൺ കൺട്രീസായിട്ടും യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, വി വിൽ നോട്ട് അലൗ എനിബഡി ടു യൂസ് സിറിയ ആസ് എ ലോഞ്ചിങ് പാഡ് ഫോർ അറ്റാക്സ് അഗൻസ്റ്റ് ദി വെസ്റ്റ് ആൻഡ് ഇൻക്ലൂഡിങ് ഇസ്രായേൽ. അവരെയും അറ്റാക്ക് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് വി വാണ്ട് ടു റീബ്രാൻഡ്. ഇപ്പോൾ സിറിയയ്ക്കും ഈ HTSനൊക്കെ ഒരു ബ്രാൻഡ് ഉണ്ട്, ഹയാത്ത് തഹ്രീർ അൽ ഷംസ് എന്ന് പറയുന്ന ഈ പാർട്ടിക്കൊരു ബ്രാൻഡുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകര സംഘടനയാണെന്നുള്ളതാണ്. അതായത് അൽ ഖയ്ദ ആണെങ്കിലും IS ആണെങ്കിലും പിന്നെ ഇവരുടെ തന്നെ പഴയ രൂപമായ അൽ നുസ്ര ആണെങ്കിലും ഇതെല്ലാം ടെററിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ലോകം കണ്ടിരുന്നത്. ഇനി ഞങ്ങൾക്ക് ഈ ടെററിസ്റ്റ് എന്നുള്ള ടാഗ്, ആ ലേബൽ ഞങ്ങൾക്ക് ഇനി വേണ്ട, അതെടുത്ത് മാറ്റിയിട്ട് വി വാണ്ട് ടു ബി എ മോഡറേറ്റ് കൺട്രി. സിറിയ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പോൾ ഈജിപ്തിൽ അൻവർ സദാത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ സമാധാനത്തിൻ്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയ പോലെ ഇപ്പോൾ ഇദ്ദേഹവും സമാധാനത്തിൻ്റെ ഭാഷയാണ് അൽ ജുലാനി സംസാരിക്കുന്നത്. എല്ലാം സമാധാനത്തിന് അനുകൂലമായിട്ട് മാറ്റാൻ ഉള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അത് മാത്രമല്ല, സിറിയൻ ജനത ഇപ്പോൾ ചെയ്യുന്നത് അവിടെയുള്ള വെപ്പൺസ് എടുത്തിട്ട്, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആർമി അവിടെ പോയിട്ടുണ്ടല്ലോ, ആ ആർമിക്ക് ഈ ആയുധങ്ങൾ അങ്ങോട്ട് കൈമാറാണ്. ഞങ്ങൾ കീഴടങ്ങി എന്ന് പറയുന്നത് തുല്യമാണ്. കീഴടങ്ങി സമാധാനം എന്നുള്ളതും കൂടി. അപ്പോൾ നിങ്ങൾ ഈ ആയുധങ്ങളൊക്കെ കൊണ്ടുപോയി, കെമിക്കൽ വെപ്പൺസ് ഒന്നും ഇവിടെ ആവശ്യമില്ല, ഇത് കൊണ്ട് കാര്യമില്ല, നിങ്ങളിതെല്ലാം കൊണ്ടുപോകുക, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കുക. അത് ജനങ്ങൾ തന്നെ ചെയ്യാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അൻവർ സാദത്ത് സമാധാനത്തിന് വേണ്ടി വളരെ എന്ത് വില കൊടുക്കാനും തയ്യാറായിരുന്നു. അതേപോലെ കുറച്ച് സമാധാനത്തിൻ്റെ ഭാഷ ഇദ്ദേഹം സംസാരിക്കുന്നു. പക്ഷേ അതേസമയം ഇസ്രായേൽ ഇസ് വെരി കോഷ്യസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ മുൻകാല അനുഭവങ്ങളൊക്കെ വെച്ച് പുള്ളിക്ക് അതിൻ്റെ പുള്ളി പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും ടെററിസ്റ്റ് ഓർഗനൈസേഷനും ടെററിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും ടെററിസ്റ്റ് കമ്മിറ്റ്മെൻറ്റും ടെററിസ്റ്റ് കൺവിക്ഷനും ഒക്കെ ഉള്ളൊരു കൂട്ടം പെട്ടെന്ന് സമാധാനം പറഞ്ഞാൽ അത് ശരിയാകുമോ എന്നുള്ളൊരു സംശയം ഇസ്രായേലിനുണ്ട്. ഇപ്പോൾ ഹെർമോൺ മലയിലൊക്കെ കയറിയവർ ഇസ്രായേൽ കയറിയിട്ടുണ്ട്. പക്ഷേ അവരുടെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ ചെയ്യുന്നു, അല്ലാതെ വേറെ ആക്രമണമോ വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഇവർക്ക് താല്പര്യമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ അവർ പിന്മാറാനും തയ്യാറാണ്.
ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ആറ്റിറ്റ്യൂഡ് നോ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ പലപ്പോഴും പോകും. പക്ഷേ സമാധാനത്തിൻ്റെ ഭാഷ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റെഡി ഫോർ എനി കൺസെഷൻ. സാർ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ തൊട്ടടുത്ത രാജ്യം തുർക്കി, അത് തയ്യിബ് എർദോഗൻ്റെ പറഞ്ഞിരുന്നു ബാഷർ അസദെ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് അഭയാർത്ഥികൾ നാട്ടുകാർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പം ബാഷർ പോയതോടുകൂടി ഈ പറയുന്ന 7600ഓളം വരുന്ന അഭയാർത്ഥികൾ തുർക്കിയിൽ നിന്ന് തിരിച്ച് സിറിയയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവരെ മുഴുവൻ അവിടെ അക്കോമഡേറ്റ് ചെയ്യണം, അവിടെ റീകൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള അഭയാർത്ഥികളെ മുഴുവൻ ഞങ്ങൾ സ്വീകരിക്കുമെന്നും ഈ ന്യൂനപക്ഷങ്ങളെ വേർതിരിക്കാതെ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ കാണുമെന്നുമാണ് അബു ജൊലാനി പറയുന്നത്. അപ്പോൾ അബു ജൊലാനി ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു തീവ്രവാദ നേതാവ് എന്ന നിലയിൽ നിന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി അദ്ദേഹം കൺവെർട്ട് ചെയ്യുന്നു എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കണം. ഞാൻ അതാ പറഞ്ഞത്, അൻവർ സദാത്തിൻ്റെ ലൈനിലാണ് അദ്ദേഹം പോകുന്നതെന്നാണ്. കുറച്ച് സമാധാനം മതി. കാരണം എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടിയും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇസ്രായേലിനെ തുടച്ചു മാറ്റാം, അങ്ങനെയൊക്കെ നമ്മുടെ എന്താണ് ഈ മീഡിയ വണ്ണൊക്കെ പറയുന്ന ഭാഷ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് ആൾക്കാരെ പറ്റിക്കാൻ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലുമായിട്ട് മുട്ടാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വില എന്താണെന്ന് ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ റിയാലിറ്റി മനസ്സിലാക്കി ഇപ്പോൾ അദ്ദേഹം റിയലിസ്റ്റിക് ആണ്, പ്രാഗ്മാറ്റിക് ആണ്, മാത്രമല്ല സമാധാനപ്രേമിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ സിറിയ ഇസ്രായേലും തമ്മിലൊരു നല്ല ബന്ധം ഉരുത്തിരിഞ്ഞ് വരുന്നു, വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.